നമസ്കാരം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ATM കാർഡ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങി എല്ലാ അക്കൗണ്ട് ഉടമകളും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. നിലവിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ സാലറിയൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളികൾ ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം നമുക്കറിയാം, പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക പൂർണ്ണമായിട്ട് നമുക്ക് ഇനി എടുക്കാൻ സാധിക്കുകയില്ല. ബാങ്കുകൾ നിശ്ചയിച്ചിട്ടുള്ള മിനിമം ബാലൻസ് അത് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തില്ല എങ്കിൽ, അതായത് മാസം അവസാനം വരെ ആ തുക കണ്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് വലിയൊരു പിഴ തന്നെ ഈടാക്കുന്ന പുതിയ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു മിനിമം ബാലൻസ് എന്ന നിബന്ധന അത് മുൻപ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ എങ്കിലും അന്നൊക്കെ അത്ര കണ്ടത് നിർബന്ധമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാ ബാങ്കുകൾക്കും വ്യത്യസ്ത തരത്തിലാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കും. സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ അതിൽ ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ലിമിറ്റഡ് ആയിരിക്കും. ഇതോടൊപ്പം തന്നെ മറ്റ് നോർമൽ സേവിങ്സ് അക്കൗണ്ടൊക്കെ ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിൽ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടിൽ ഉള്ളത് എങ്കിൽ അതിന് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും എടുത്ത അക്കൗണ്ട് സീറോ ബാലൻസ് ആയി കഴിഞ്ഞാൽ അത് എല്ലാ മാസവും ഒരു ഫൈൻ നമ്മളിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വരുന്നതിന് കാരണമായി മാറും. പിന്നീട് അക്കൗണ്ട് നിർജ്ജീവമാക്കപ്പെടുകയോ അല്ലെങ്കിൽ മൈനസ് ബാലൻസിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകളും ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ATM ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിലവിൽ നമ്മുടെ ബാങ്കിൻ്റെ ATM ബ്രാഞ്ചുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് സൗജന്യമാണ്. പണം പിൻവലിക്കൽ മാത്രമല്ല, മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ, ഇനി അതല്ല എങ്കിൽ ബാങ്ക് ബാലൻസ്, അക്കൗണ്ടിലെ ബാലൻസ് തുക പരിശോധിക്കൽ പോലെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ATM കാർഡ് ATM മെഷീനിൽ ഇട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പണം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അതേ ബാങ്കിൻ്റെ തന്നെ ATM ബ്രാഞ്ചുകളെ എപ്പോഴും ആശ്രയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ ATM ബ്രാഞ്ചുകളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 3 മുതൽ 5 സേവനങ്ങൾ വരെ മാത്രമാണ് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് അത്തരത്തിൽ ലഭിക്കുക. അതിനുശേഷമുള്ള ഓരോ ഇടപാടുകളിലും ATM കാർഡ് മറ്റൊരു ബാങ്കിൻ്റെ ATM ബ്രാഞ്ച് വഴി നടത്തുന്ന ഇടപാടുകൾക്ക് ബാങ്ക് ഒരു നിശ്ചിത നിരക്ക് ഈടാക്കാറുണ്ട്. മുൻപ് അത് 17 രൂപ വരെ ആയിരുന്നു. ഇനി അത് 23 മുതൽ 25 രൂപ വരെ ആക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവിധ ബാങ്കുകൾക്ക് വ്യത്യസ്ത നിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 25 രൂപ വരെ പരമാവധി എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറുകിട ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാങ്കുകളിലൊക്കെ തന്നെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്തരം ബാങ്കുകളുടെ ATM ബ്രാഞ്ചുകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ ATM ബ്രാഞ്ചുകൾ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു തുക നഷ്ടമായി മാറുന്നത്. നിശ്ചിത സൗജന്യ പരിധിയൊക്കെ തന്നെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നീട് ഓരോ ഇടപാടിനും 25 രൂപ വീതമൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ഈ കാര്യം കൂടി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായിട്ട് ബാലൻസ് പരിശോധിക്കൽ, മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ തുടങ്ങിയ വിവിധ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അത് ബാധകമാകും. ഇനി ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന കേന്ദ്ര ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നിട്ടുള്ളവർക്ക് 436 രൂപയാണ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആണിത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസിൻ്റെ തുക അത് ഡെബിറ്റ് ചെയ്യപ്പെടുന്ന വർഷത്തിൽ ഒരു മാസമാണ്. അത് ഈ മെയ് മാസമാണ്. ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ ഫോണുകളിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടാകും. നമുക്ക് ഏത് ബാങ്കിലാണോ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും നമുക്കൊരു SMS നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ തുക അതൊരു 500 രൂപയ്ക്ക് മുകളിലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തുക ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടാം. ഇൻഷുറൻസ് ആ രീതിയിലാണ് പുതുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.